അപ്പൊ റീസെന്റ്ലി നമ്മുടെ 'ബാഹുബലിയുടെ' ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ അല്ലെങ്കിൽ അതിന്റെ മൂന്നാമത്തെ പാർട്ട് അങ്ങനെ എന്തുവേണേലും പറയാം. അതിന്റെ ഇതൊരു ട്രെയിലറായിട്ട് നമ്മുടെ 'ബാഹുബലി ദ ഇറ്റേണൽ വാർ' എന്നും പറഞ്ഞൊരു സാധനം റിലീസ് ചെയ്തായിരുന്നു. നിങ്ങൾ എത്ര പേര് അതിന്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങള് ഒരു ആനിമെ വാട്ടറാണെങ്കി എന്തായാലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ആ ഒരു ഇതിലാണ് ഞാൻ ശരിക്കും ഈ ട്രെയിലർ കണ്ടത്. നമ്മുടെ വേറെ റെക്കമെൻഡേഷൻ വന്നത് ശരിക്കും പറഞ്ഞാൽ ഐജിഎൻ എന്നും പറഞ്ഞ നമ്മുടെ ഗെയിംസിനെയൊക്കെ പറ്റി ഒരു സംസാരിക്കുന്ന ഒരു വലിയൊരു ഒരു പേജുണ്ട് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അത് ഗെയിംസിനെ ആനിമയൊക്കെ ഫോളോ ചെയ്യുന്നവർക്കറിയാം. ഐജിഎൻ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഈ ബാഹുബലിയുടെ ട്രെയിലർ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും കാണുന്നത്. ഞാനത് കണ്ടപ്പോഴത്തേനും ശരിക്കും ഞെട്ടിപ്പോയി. നമ്മുടെ നാട്ടിലെ ബാഹുബലി ഐജിഎൻ ട്രെയിലർ എനിക്ക് ആദ്യം എൻ്റെ റിലേ കട്ടായിപ്പോയി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പളാണ് ബാഹുബലി എന്നിട്ട് ഞാൻ ട്രെയിലർ കണ്ടു നോക്കി കഴിഞ്ഞപ്പോ എൻ്റെ മോനെ! ശരിക്കും ഇത് നമ്മുടെ ആദിപുരുഷ് മറ്റേ കോടികൾ മുടക്കി ആദിപുരുഷ് ഉണ്ടാക്കിയ നമ്മുടെ നാട്ടിലാണോ ഉണ്ടാക്കിയതെന്ന് തോന്നിപ്പോയി ഇത് കണ്ടിട്ട്. അത്രയ്ക്കും അടിപൊളിയായിട്ടാ അവരുണ്ടാക്കിയേക്കുന്നെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വലിയ മാപ്പ അല്ലെങ്കിൽ അങ്ങനത്തെ ടോപ്പ് ആനിമേഷൻ സ്റ്റുഡിയോസിന്റെ ലെവലിലുള്ള ഒരു രീതിയില് നല്ല ആക്ഷനും ക്യാരക്ടർ ഡിസൈനും എല്ലാം നല്ല അടിപൊളിയായിട്ടാ അവര് ചെയ്തേക്കുന്നെ അതിന്റകത്ത്. പിന്നെ ഇതിന്റെ സ്റ്റൈൽ എനിക്ക് തോന്നിയിട്ട് ചെറിയൊരു ആർക്കെയിൻ സീരീസ് ഉണ്ടല്ലോ അതിന്റെ ഒരു എഫക്റ്റ് വന്നായിരുന്നു. പക്ഷേ വർത്ത് ആയിരുന്നു ട്രെയിലർ. ഇപ്പൊ ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ട്രെയിലറിന്റെ ഒരു കുറച്ച് ക്ലിപ്പിംഗ്സ് ഞാനിവിടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് അപ്പൊ അതിന്റെ ഞാൻ പറഞ്ഞ സംഭവം എന്നാന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ട്രെയിലർ. അതിന്റകത്ത് അവൻ ആ മരിക്കണത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് തള്ളയുടെ കുറച്ച് സംഭവമൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഇതിന്റെ സ്റ്റോറി എന്നാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ബാഹുബലിയുടെ മോനല്ല. ബാഹുബലി മരിച്ചിട്ട് അവൻ വേറെ ലോകത്ത് പോയി എന്തോ സെറ്റപ്പ് അങ്ങനെ എന്താണ്ടൊക്കെ സ്റ്റോറി എനിക്ക് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാഹുബലി ഞാൻ അത്ര ഫുൾ അതിന്റെ സ്റ്റോറി ഓർക്കുന്ന പോലുമില്ല. പക്ഷേ ഇതാണ് അതിന്റെ ട്രെയിലർ. ആനിമേയുടെ ട്രെയിലർ. ഇത് നോക്ക് അതിന്റെ ക്യാരക്ടർ ഡിസൈനും ഈ ക്യാരക്ടറൊക്കെ ചുമ്മാ കിടു ക്യാരക്ടറുകളും വർത്ത് ഇറ്റാന്നേ ഞാൻ പറയുള്ളൂ. ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. എടാ ശരിക്കും നമ്മള് സോളോ ലെവലിങ്ങില് വൺ പീസിന്റെ അകത്തൊക്കെ വൺ പീസ് എന്നല്ല സോളോ ലെവലിംഗ് അല്ലെങ്കിൽ വൺ പഞ്ച് മാൻ ആ ലെവലിൽ കാണുന്ന പോലെ ഹൈ ലെവൽ ഫൈറ്റ്. ശരിക്കും ഭയങ്കര വിഷ്വലി പ്ലീസിങ്ങും ഭയങ്കര ആക്ഷനൊക്കെ ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഫൈറ്റായിട്ടാ അവര് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഈ വീഡിയോ ഞാൻ അന്ന് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വന്നത്, വൗ! നമ്മുടെ നാട്ടിൽ ശരിക്കും നല്ലൊരു ആനിമെ ഒരു ഇൻഡസ്ട്രി വരാൻ പോകുന്നു. ഈ രാജമൗലിയൊക്കെ അത്രയും വലിയൊരു ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററൊക്കെ എടുത്ത് ഇങ്ങനെയൊരു ആനിമെ പ്രൊമോട്ട് ചെയ്ത് ആനിമെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ശരിക്കും ആനിമെ ഇൻഡസ്ട്രി തന്നെ ഓപ്പണായി വന്നേനെ. പുതിയ ആൾക്കാർക്ക് ആനിമെ എന്താന്ന് മനസ്സിലാവും. സാധാരണ രാജമൗലി ഒരു സിനിമയായിട്ട് റിലീസ് കഴിഞ്ഞാൽ എന്തായാലും ആൾക്കാർ പോയി കാണും. ബാഹുബലി ആയതുകൊണ്ടും ബാഹുബലിയുടെ പേരുള്ളതുകൊണ്ടും ആനിമെ കാണാത്തവരും വരെ ഒന്ന് പോയി കണ്ടുവന്നിരിക്കും. ഇത് ഇത്രയും നല്ല അടിപൊളിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അനിമയിലേക്ക് കൂടുതൽ ആൾക്കാർ വരും. നമ്മുടെ ഇൻഡസ്ട്രി ഒരു പുതിയൊരു ഇൻഡസ്ട്രി തന്നെ ഇവിടെ തുടങ്ങും. നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ കറന്റ് ഇൻഡസ്ട്രിയുടെ നമ്മുടെ മോളിവുഡിന്റെയും ടോലിവുഡിന്റെയൊക്കെ സൗത്ത് സൈഡിൽ നിന്നാണ് ബോളിവുഡ് ഓക്കെ പോട്ടെ. നമ്മുടെ മൂവീസിന്റെ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ തന്നെ ഭയങ്കര നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല സ്റ്റോറി ഉണ്ട്, നല്ല മേക്കിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ സെയിം സ്റ്റാൻഡേർഡ് നമ്മുടെ ആനിമയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ ആണ് അല്ലെങ്കിൽ എൻ്റെ ഒരു കാൽക്കുലേറ്റഡ് ഗെസ് ആണ്. നമ്മുടെ ഈ ലെവൽ ഓഫ് നമ്മുടെ എല്ലാ എഫേർട്ടും ഇട്ട് നമ്മൾ നല്ല രീതിയിൽ ആനിമ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാപ്പനീസ് ആനിമയുടെ ഒപ്പം നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് റെക്കഗ്നീഷൻ കിട്ടാൻ പറ്റാനുള്ള ആനിമേസും സ്റ്റോറീസും ഉണ്ടാക്കാനുള്ള കഴിവ് നമുക്കുണ്ടെന്ന് ഈ ഒരു ട്രെയിലർ കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ തോന്നി. അപ്പം അങ്ങനെ ഞാൻ ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ട് നമ്മുടെ നാട്ടിലെ ആനിമ വളരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊരു നമുക്ക് തന്നെ ഒരു പേഴ്സണലൈസ്ഡ് ഒരു ഇന്ത്യൻ സ്റ്റൈൽ ഓഫ് ആനിമ വരുമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആ ന്യൂസ് കണ്ടത്. ഏതോ വിവരവും പണിയും ബോധവും ഇല്ലാത്ത കുറെ കിഴങ്ങന്മാര്. ഒരു ഒരു ഏതൊരു പാർട്ടി വന്നപ്പോ ആ പാർട്ടിയിലുള്ള കുറെ കിഴങ്ങന്മാര് പോയി ഈ ബാഹുബലിക്കെതിരെയും, നമ്മുടെ രാജമൗലിക്കെതിരെയും കേസ് കൊടുത്തേക്കുവാ. അപ്പൊ ഈ കൊടുത്ത കേസുകളിലെ വിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് 3ഉം വളരെ വെറൈറ്റി രീതിയിലുള്ള കേസുകളാ കൊടുത്തേക്കുന്നെ. കേസുകൾ ഇതൊക്കെയാണ്. ഒന്ന് ബാഹുബലി വേഴ്സസ് ഇന്ദ്ര ആ ഫൈറ്റ് അതിനെതിരെ ഒരു കേസ് കൊടുത്തേക്കുന്നു. രണ്ടാമത്തെ കേസ് രാജമൗലി ഏതോ ഹനുമാനെ വാരണാസിയിലെ ഏതോ ഒരു ഇവന്റിൽ വെച്ച് എന്തോ പറഞ്ഞത്, ഹനുമാനെ എന്തോ മോശമായിട്ടുള്ള രീതിയിന്ന് പറഞ്ഞൂന്ന് പറഞ്ഞൊരു കേസ്. അത് എന്താന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ അതിനെപ്പറ്റി തപ്പിപ്പോകാൻ പോയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ കേസ്, മഹേഷ് ബാബു നന്ദിയുടെ മോളിലിരുന്ന് യാത്ര ചെയ്തെന്നും പറഞ്ഞ് ഒരു കേസ്. ഇതാണ് 3 കേസ് ഇവര് കൊടുത്തേക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേ ഇവിടെ കിടപ്പുണ്ട്. രാഷ്ട്രീയ വാരണ വാനരസേന ക്ഷമിക്കണം. രാഷ്ട്രീയ വാനരസേന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. അവര് ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഇതിന്റകത്ത് കിടക്കുന്നത്. അപ്പൊ ഞാൻ ഈ കൊടുത്ത കേസുകളെ പറ്റി, ഇതിന്റെ റിലീസ് ആസ്പെക്റ്റിനെ പറ്റി ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല. കാരണം
എനിക്കതിനെപ്പറ്റി പറയാൻ പറ്റില്ല. അതൊരു ഓരോരുത്തർക്കും അവരുടെ പേഴ്സണൽ ബിലീഫ്സും, റിലീജിയൻസും ഒക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ്. എന്ത് ഫോളോ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രേ ഉള്ളൂ. ഒരു സിനിമ, അതും റിയൽ ലൈഫ് സിനിമ പോലെ ഒരു ആനിമേറ്റഡ് സിനിമയ്ക്കെതിരെ കേസ് കൊടുക്കാൻ മാത്രം ഒരു പണിയില്ലാത്തവന്മാരാണോ ഇവന്മാരൊക്കെ? വേറെ എത്രയെത്ര വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത് റിയൽ ലൈഫിലുള്ള ആൾക്കാര് മറ്റേ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ, പ്രശ്നങ്ങളെ പറ്റി പറയാൻ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ കണക്കില്ലാതെ വരും. ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പം നമ്മളൊരു ഒരു പുള്ളി നല്ലൊരു സാധനം ഉണ്ടാക്കി, ഒരു നല്ല രീതിയിലൊരു കണ്ടന്റ് ഉണ്ടാക്കി, അതിൻ്റെ അകത്ത് ഒരു ഡിസ്റെസ്പെക്റ്റും ആയിട്ട് പുള്ളി ഉണ്ടാക്കിയിട്ട് എനിക്ക് ട്രെയിലർ കണ്ടിട്ട് എനിക്ക് ഡിസ്റെസ്പെക്റ്റ് ഒന്നും തോന്നിയില്ല. നല്ല രീതിയിലാ പോർട്രേ ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഒരു സ്റ്റോറി ആയിട്ട് അവര് പോർട്രേ ചെയ്യുന്നുള്ളൂ. അതിനെതിരെ ഇങ്ങനെ കേസ് കൊടുക്കാൻ മാത്രം വിവരമില്ലാത്തവന്മാർ ആരാന്ന് ആലോചിക്കണം. ഒന്നെങ്കിൽ ഇവന് വിവരമില്ല, അല്ലെങ്കിൽ ഇവന് പണിയില്ല. ഒരു പണിയില്ലാത്ത ഒരു ചൊറിയും കുത്തി നിന്നപ്പോൾ ഇവൻ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാ ഇതിനെതിരെ കേസ് കൊടുത്തേക്കാം. അങ്ങനെയുള്ള ഒരുത്തനായിരിക്കണം. ഇത് രണ്ടും അല്ലെങ്കിൽ മൂന്നാമത് ചിലപ്പോൾ നമ്മുടെ സിനിമ മാഫിയ എന്ന് പറഞ്ഞ പോലെ സെറ്റപ്പ് ആയിരിക്കണം. കാരണം ആനിമെ ഇൻഡസ്ട്രി കേറി വന്നു കഴിഞ്ഞാൽ എന്തായാലും സിനിമയുടെ ഇൻകം കുറയും. ഇങ്ങനെ വേറൊരു രാജമൗലിയൊക്കെ പ്രത്യേകിച്ച് അതിനെടുത്ത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നല്ല രീതിയിൽ അത് പ്രൊമോട്ടാവും. ഒരു ഇൻഡസ്ട്രി പൊങ്ങി വരും. ആൾക്കാർ കുറച്ച് പേർക്കെങ്കിലും ഡയറക്ടേഴ്സിനോ, നടന്മാർക്കോ, നടിമാർക്കോ, പ്രൊഡ്യൂസറിനോ ആർക്കാണെന്ന് എനിക്കറിയാൻ പാടില്ല. ആർക്കെങ്കിലുമൊക്കെ സിനിമേനെ വെച്ച് ജീവിക്കുന്നവർക്ക് കുറച്ച് പേർക്ക് കുറച്ച് കോട്ടങ്ങളുണ്ടാവും. അതുകൊണ്ടുമാവാം ഇങ്ങനൊരു കേസ് കൊടുത്തേ എന്നും എനിക്കറിയാൻ പാടില്ല. എൻ്റെ ഒരു ഗസ്സാണ്. കാരണം ഞാൻ ആലോചിച്ചിട്ട് ഒരു ലോജിക്കൽ മനുഷ്യന്, ഒരു പണിയുള്ള, ജോലിയുള്ള ഒരു ലോജിക്കൽ മനുഷ്യന് അവന് വേറെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ജീവിതത്തിൽ ചിന്തിക്കാനുണ്ടാവും. അവൻ്റെ ഇഎംഐ അടയ്ക്കാനുള്ള കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടാവും. അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ചിന്തിക്കാനുണ്ടാവും. ഇതും ഒന്നും പോരാഞ്ഞിട്ട് ഈ നമ്മുടെ കൺട്രിയിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. ഇതിനെതിരെ ഒന്നും കേസ് കൊടുക്കാതെ, ഇതൊന്നും ആലോചിക്കാതെ ഒരു സിനിമയ്ക്കെതിരെ കേസ്, അതും ഒരു ആനിമേറ്റഡ് ക്യാരക്ടറിനെതിരെ കേസ് കൊടുക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അവന് ഒന്നെങ്കിൽ അതിന്റെ പുറകിൽ എന്തോ വലിയ കാരണം ഉണ്ടാവണം. അല്ലെങ്കിൽ അവന്റെ തലയ്ക്കകത്ത് കളിമണ്ണായിരിക്കണം. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ നാട്ടിലൊരു നല്ല സാധനം വരുമ്പോ, ഒരു ആനിമെ അല്ലെങ്കിൽ ഒരു പുതിയ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു പുതിയ സിനിമ വരുമ്പോ, ഇമ്മാതിരി കേസും കൊടച്ചക്രമായിട്ട് എടുത്ത് വരുന്ന ഇമ്മാതിരി ദുരന്തങ്ങൾ കാരണമാണ് നമ്മുടെ നാട് ഇപ്പളും നന്നാവാത്തത്. ഈ ഒരു പണിയില്ലാതെ യാതൊരു പ്രശ്നവുമില്ലാത്ത ഒരു സിറ്റുവേഷനില് പ്രശ്നമുണ്ടാക്കാൻ നടക്കുന്ന ഇങ്ങനെയുള്ളവന്മാര് കാരണമാണ് നമ്മുടെ കമ്മ്യൂണിറ്റി നന്നാവാത്തത്. എനിക്ക് ഏതായാലും ഇതിനോട് യാതൊരു യോജിപ്പുമില്ല. ആരെന്ത് പറഞ്ഞാലും ഈ സിനിമയ്ക്കെതിരെ ഇങ്ങനെ കേസ് കൊടുക്കേണ്ട, സിനിമയല്ല ഈ ആനിമയ്ക്കെതിരെ കേസ് കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, എനിക്ക് അത്യാവശ്യം വിവരമുള്ള ഒരുത്തൻ്റെ മനസ്സിൽ വരുന്നൊരു ഒപ്പീനിയൻ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു ആനിമേറ്റഡ് സിനിമ അല്ലെങ്കിൽ ഒരു സിനിമയോ ഒരു കാർട്ടൂണോ ഒരിക്കലും ഒരു റിലീജിയസ് ബിലീഫിനെ ഒന്നിനെയും പബ്ലിക്കലി അല്ലെങ്കിൽ നമ്മുടെ കേരള സ്റ്റോറി ഇതുപോലെ പബ്ലിക്കലി മറ്റേ ഡീഗ്രേഡ് അല്ലെങ്കിൽ മോശമായിട്ട് ചിത്രീകരിക്കാതിരിക്കുന്നിടത്തോളം കാലം അതിനെതിരെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും അവരുടേതായ ചോയ്സുകളുണ്ട്, അവരുടേതായ വോയിസുകളുണ്ട്. അവർക്ക് അവരുടേതായ അവകാശങ്ങളുണ്ട്. അതുകൊണ്ട് കേസ് കൊടുക്കേണ്ടവന് ആ കേസ് കൊടുത്തോളും. പിന്നെ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ രാജമൗലി ആയതുകൊണ്ട് പുള്ളി ഏതായാലും നല്ല കാശുള്ള മനുഷ്യനും നല്ല കണക്ഷൻസ് ഉള്ളതുകൊണ്ട് ലോയേഴ്സിനെ വെച്ച് ചിലപ്പോൾ ഇതിനെ ഒതുക്കി വിടും. വേറെ ആരും ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നില്ലെങ്കിൽ പുള്ളി ഇത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്റെയൊക്കെ ആകെയുള്ളൊരാഗ്രഹം പുള്ളി ഇതിനെ ഫൈറ്റ് ചെയ്ത് ഇത് നല്ല രീതിയിൽ റിലീസ് ചെയ്ത് നമ്മുടെ നാട്ടില് ആനിമെ വളർന്നു വരണം. നമ്മുടെ സ്വന്തമായിട്ടുള്ള നാടൻ ആനിമ എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലോ, മല്ലു സ്റ്റൈലോ എല്ലാ സ്റ്റൈലിലുള്ള നല്ല ആനിമെ സ്റ്റോറീസ് വരണം. വന്നിട്ട് നമുക്ക് ഇന്റർനാഷണൽ ലെവൽ റെക്കഗ്നിഷൻ കിട്ടണം. അതൊക്കെ എൻ്റെ ഒരു സ്വപ്ന. അതിനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പാണിത്. അതുകൊണ്ട് ആകെയുള്ളൊരു ഒരു പ്രാർത്ഥന, ദൈവമേ ഇതൊരു വള്ളിയും വരല് നല്ല രീതിയിൽ വരണം എന്ന് മാത്രമേ എനിക്കൊരാഗ്രഹമുള്ളൂ. ഈ ഒരു സംഭവം നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അല്ലാതെ വേറൊരു വേറെ ആരെയും ഒരു റിലീജിയനോ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നിനുമല്ല. ജസ്റ്റ് എൻ്റെ ഒരു വിഷമം പറഞ്ഞൂന്ന് മാത്രേ ഉള്ളൂ ഞാൻ.